നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ആരോഗ്യം ഒപ്പം നിപ്പായ തുരത്തിയ രീതി എല്ലാം തന്നെ BBC ഉൾപ്പെടെ നിരവധി പ്രമുഖ ചാനലുകളാണ് പ്രശംസിച്ചത്. എന്തിന് ലോകത്തെ കീഴ്പ്പെടുത്തുന്ന നിയന്ത്രിക്കാനാകുന്ന മഹാമാരിയെന്ന് വിശേഷിപ്പിച്ച കൊറോണയുടെ ഈ സമയത്ത് പോലും പ്രമുഖ നേതാക്കൾ കേരളത്തെ മാതൃകയാക്കണമെന്ന് പറയുന്നത് പോലും കാരണം അതിന്റെ ആരോഗ്യരംഗത്തെ വളർച്ച തന്നെയാണ്. അതിനൊറ്റ ഉദാഹരണം നമ്മുടെ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ തന്നെയാണ്. അതിന് മുന്നിൽ നിൽക്കുന്നത് മലയാളികളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ തന്നെ എന്നതിൽ മറ്റൊന്നുമില്ല. ഈ ഒരു അവസരത്തിലും ആ വാക്കുകൾ നാം കേൾക്കേണ്ടതുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പറയുന്നതിന് പിന്നിൽ ഒരു കരുതലുണ്ട്, ഒരു സ്നേഹമുണ്ട്. സ്വന്തം അമ്മ എന്ന പോലെയാണ് പ്രവാസികളോട് ഈ നിർദ്ദേശം പറയുന്നത്. മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ സുരക്ഷയ്ക്കായി, നമ്മുടെ നാടിന്റെ അതിജീവനത്തിനായി. നാട്ടിൽ നിന്ന് പ്രവാസികളെ സർക്കാർ ശത്രുക്കളായല്ല കാണുന്നതെന്നും പറയുന്നുണ്ട്. തിരിച്ചു വരുന്നവർ കൃത്യമായ വിവരവും നൽകേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചിരിക്കണം. COVID-19 മഹാമാരിയായി പ്രഖ്യാപിച്ചതിന്റെ ഗൗരവം മലയാളികൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. വളരെ നേരത്തെ മുൻകരുതലുകൾ എടുക്കേണ്ടത് ഗുണകരമായി. പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ വിശ്രമിക്കാറായിട്ടില്ല, കിണഞ്ഞ് പരിശ്രമിക്കേണ്ടതുണ്ട്. നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നതിന് മതമേലധ്യക്ഷന്മാർക്ക് നന്ദിയുമുണ്ട്. COVID-19 രോഗലക്ഷണങ്ങളോടെ പത്തനംതിട്ട ജില്ലയിൽ ഐസൊലേഷൻ വാർഡിൽ കഴിയുന്ന 12 പേരുടെ പരിശോധനാ ഫലം ഇന്നെത്തുന്നതായിരിക്കും. 25 പേരാണ് ഐസൊലേഷൻ വാർഡുകളിലുള്ളത്. ഇതിൽ 5 പേർ ഹൈറിസ്ക് കോണ്ടാക്റ്റിൽപ്പെട്ടവരാണ്. റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചതിലൂടെ 70 പേരെ കണ്ടെത്തിയിരുന്നു. പുതിയതായി ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചാൽ അവരുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 3313 പേർ നിരീക്ഷണത്തിലുമാണ്. ഇതിൽ 293 പേർ ആശുപത്രിയിലും ബാക്കിയുള്ളവർ വീടുകളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇന്നലെ വന്ന ഫലങ്ങളെല്ലാം നെഗറ്റീവായിരുന്നു. വൈറസ് ബാധ സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ കഴിയുന്ന 8 പേരുടെയും നില തൃപ്തികരമായി തുടരുന്നു. COVID-19 സ്ഥിരീകരിച്ച കോട്ടയം ചെങ്ങളം സ്വദേശികളായ ദമ്പതികളുടെ റൂട്ട് മാപ്പ് ജില്ലാ ഭരണകൂടം ഇന്ന് പുറത്തുവിടും. ആശുപത്രിയിൽ കഴിയുന്ന ഇവരുടെ കുട്ടിക്ക് രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന ദമ്പതിമാരുടെ ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ടു വരികയാണ്. കോവിഡ് ബാധിതരായ കോന്നി സ്വദേശികളെ വിമാനത്താവളത്തിൽ നിന്ന് അനുഗമിച്ച ചെങ്ങളം സ്വദേശികളായ ദമ്പതികൾക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇവരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പുരോഗമിച്ചു വരുന്നത്. പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ചവരും റാന്നിയിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ചും ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ 2 കൂട്ടരും നേരിട്ട് സമ്പർക്കം പുലർത്തി 74 പേരെ കണ്ടെത്തിയിരുന്നു. പരോക്ഷ സമ്പർക്കത്തിലുണ്ടായിരുന്ന 300-ലേറെ പേരെയും തിരിച്ചറിഞ്ഞു. കൂടുതൽ പേരെ കണ്ടെത്താനാണ് റൂട്ട് മാപ്പ് പുറത്തിറക്കുന്നത്. നിലവിൽ 13 പേരാണ് ജില്ലയിലെ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഗുരുതരാവസ്ഥയിലായിരുന്നു വൃദ്ധ ദമ്പതികളുടെ നില. ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്ന ശുഭവാർത്തയും ടീച്ചർ പറയുകയാണ്. 54 പേരുടെ സാമ്പിളുകളാണ് ഇതുവരെ ജില്ലയിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ 39 പേർക്കും രോഗമില്ലെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗബാധിതരായ ഇറ്റലിക്കാരോടും മറ്റ് ബന്ധുക്കളോടും അടുത്തിടപഴകിയ കുട്ടിക്കും രോഗമില്ലെന്നത് ആശ്വാസമായി മാറി. 15 പേരുടെ ഫലം കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. പ്രവാസികളെ, നിങ്ങൾ കേട്ടുകൊള്ളുക. ഇത്തരത്തിൽ കർശന നിയന്ത്രണങ്ങളും ഒപ്പം കർശനമായ നിർദ്ദേശങ്ങളുമാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ കേരളത്തിലെ ആരോഗ്യ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഓർത്തുകൊള്ളുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.